ദൈവസ്നേഹത്തിൻ തൂലികയിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി ദിവശാന്തി തന്നീണങ്ങളിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗാനാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം കർത്താവിൻ്റെ അഭിഷിക്തനും ഗാനരചയിതാവുമായ ബഹുമാനപ്പെട്ട ജോൺ പൈനുങ്കിലച്ചൻ നമ്മോടൊപ്പമുണ്ട്. ഗാനാഞ്ജലിയുടെ സ്വന്തം ജോൺ പൈനുങ്കിലച്ചൻ. അച്ഛനാണ് അതിഥി. അച്ഛനുമൊത്തുള്ള എൻ്റെ അല്പനേരത്തെ വിശേഷം പങ്കിടലുകളാണ് ഗാനാഞ്ജലിയുടെ ഈ അവസാനത്തെ നിമിഷങ്ങൾ, അവസാന അധ്യായങ്ങൾ. അച്ഛനെ നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അച്ഛനെ ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സെമിനാരി പഠനകാലത്ത് അങ്ങേക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് എന്നറിയുന്നു. ഒരു കാസറ്റ് രംഗത്തേക്കൊക്കെ വരുന്നു. ആ സമയത്ത് തന്നെ അങ്ങയുടെ ഗുരു വളരെ പോപ്പുലറാണ്. മനോഹരങ്ങളായ ഒട്ടനവധി ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ കൂടെ തന്നെയുണ്ട്. ഈ ഗുരുസാമീപ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഇതൊക്കെ കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവണം എന്നൊക്കെ രീതിയിലുള്ള ചിന്തകൾ രൂപപ്പെട്ട് ഒരു സ്ഥായി ഭാവമായി ഹൃദയത്തിൽ നിറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ആകാശത്തുകൂടി പറക്കുന്ന ഒരു പരുന്തിൻ്റെ ലെവലിൽ നിന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുയലിൻ്റെ ഒരവസ്ഥ. ഇത് രണ്ടവസ്ഥയാണ് എന്നതുപോലെയാണ്. അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് തലയ്ക്ക് മുകളിൽ നിന്നപ്പോൾ തദേവുസച്ചൻ്റെ പാട്ടുകളൊക്കെ ഹൃദയത്തോട് ചേർന്ന് നിന്നു. അത്തരം ചിന്തകളായിരുന്നു. മനുഷ്യൻ്റെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ നിന്ന് അച്ഛൻ വാക്കുകൾ പെറുക്കിയെടുത്തു, ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആളുകൾക്ക് തോന്നി ഇത് എൻ്റെയും കൂടെ കാര്യമാണല്ലോ എന്ന്. അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അതാണ് അച്ഛൻ്റെ പാട്ടുകൾ പോപ്പുലർ ആവാൻ കാരണം. അച്ഛനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അച്ഛൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലി, അച്ഛൻ്റെ ഒരു ജീവിതത്തിൻ്റെ ശൈലി, അതൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാധീനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ട്രൂപ്പ് ഒരുമിച്ച് ഒരു പിക്നിക്കിന് പോകും. പിക്നിക്കിന് പോയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് ചെന്ന്, അപ്പോൾ യുവജനങ്ങളാണ് എല്ലാവരും. ഒരു സീസൺ കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ പോകും. 2-3 ദിവസം എവിടെയെങ്കിലും പോയി, വല്ല മൂന്നാറിലോ ഊട്ടിയിലോ കൊടൈക്കനാലിലൊക്കെ പോയി താമസിച്ച് അവിടെ കമ്പോസിങ് ഉണ്ട്, പുതിയ സ്കിറ്റുകൾ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ 2-3 ദിവസം താമസിക്കും. അതിനിടയ്ക്ക് ഈ യൂത്തുമായിട്ട് എന്തോ പറഞ്ഞ് അച്ഛൻ തെറ്റുന്നു. പ്രശ്നം ആകെ ടെൻഷനായി. അന്ന് വൈകുന്നേരത്തെ കുർബാന എന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കും. കുർബാന ചെല്ലാനായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും വളരെ ടെൻഷനാണ്. കാരണം അച്ഛനുമായിട്ട് ഉടക്കേണ്ടി വന്നു. ആകെ ടൂർ മുഴുവൻ പോയി, അതിൻ്റെ മൂഡ് മുഴുവൻ മാറി. പക്ഷേ കുർബാന അനൗൺസ് ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് കുർബാനയ്ക്ക് എല്ലാവരും വന്നു. കുർബാന തുടങ്ങാൻ അച്ഛൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്ന് എല്ലാവരുടെയും കയ്യിൽ പിടിച്ച് അച്ഛൻ മാപ്പ് പറയുക. എല്ലാവരുടെയും കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ മാപ്പ് പറഞ്ഞു എല്ലാവരോടും. അതോടെ മൊത്തം ഒരു എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. രംഗം വീണ്ടും പഴയതാവുകയാണ്. ഞാൻ പറഞ്ഞ യുവജനങ്ങളോടൊക്കെ ഇടപഴകുമ്പോൾ ഒരു ഇടയ ശൈലി, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ദേവസ്വത്തിൻ്റെ കൂടെയുള്ള കാലത്ത്. എന്തായാലും അച്ഛൻ ഗുരുവിലൂടെയുള്ള ഗുരുവിൻ്റെ കൂടെയുള്ള ഒരു യാത്രയിൽ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ സ്വായത്തമാക്കുകയും കൂടുതൽ ദൃഢപ്പെടുകയും ചെയ്തു ഹൃദയം. തീർച്ചയായിട്ടും ഈ ഗാനരചനയുടെ മേഖലയിൽ ഇന്ന ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഒരുപക്ഷെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും ഒരു കാസറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം വേണം. ആ പ്രൊഫഷണലിസത്തിലേക്ക് വരാൻ ഒരു പരിധി വരെ ഇത് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കളരിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടത്. ഞാൻ ഓർക്കുന്നു, ഗാനാഞ്ജലിയിൽ അദ്ദേഹം വന്നിരുന്ന സമയത്തുണ്ടായ അങ്ങേക്കുണ്ടായ ഒരു നെർവസ്നെസ്സും തുടക്കം ഞാൻ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ചോദിച്ച് വെരി ബിഗിനിങ് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അച്ഛന് ആദ്യത്തെ ഒരു കാസറ്റ് അത് ചിന്തയിൽ വരുന്നതും അത് എഴുതി തുടങ്ങുന്നതും ഒക്കെ ഏത് സമയത്താണ്? ഞാൻ ഈ അപ്പച്ചൻ്റെ ഒരു മരണം നമുക്കറിയാലോ, ഒരു വല്ലാത്തൊരു ഫീലാണ് അത് ഉണ്ടാക്കിയത്. പട്ടത്തിന് തൊട്ട് പിറ്റേ ദിവസം മരണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ക്രിസ്മസ് ആണ്. 15-ാം തീയതി പട്ടം, 16-ാം തീയതി മരണം, 17-ാം തീയതി പുത്തൻ കുർബാന, അപ്പച്ചൻ 16-ാം തീയതി മരിക്കുന്നു, 17-ാം തീയതി ശവസംസ്കാരം.
അടുത്ത 2 ദിവസങ്ങൾക്കകം തന്നെ എനിക്ക് പുതിയ സ്ഥലത്തേക്ക് അപ്പോയിൻമെൻറ്റുമായി. കാരണം ക്രിസ്മസ് ആയിട്ട് ഒരു പള്ളിയിൽ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഞാൻ നേരെ അങ്ങോട്ട് പോയി ചാർജ് എടുക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഉടൻ തന്നെ ആ ഒരാഴ്ചക്കകം തന്നെ ഞാനൊരു പള്ളിയിൽ ഉത്തരവാദിത്വം ഏറ്റു. പിന്നെ അവിടെ നിന്ന് യാത്രയാണ്, അനുസ്യൂതമായ യാത്രയാണ്. അപ്പോൾ ഒരു പട്ടം ആഘോഷിക്കാൻ ഒന്നും നടക്കുകയോ ചുറ്റി നടക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ മനസ്സിലൊരു നോവ് പോലെ അതിങ്ങനെ കയറിയിട്ടുണ്ടല്ലോ. ഒരു വല്ലാത്തൊരു അനുഭവമാണല്ലോ അത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മലയാറ്റൂർ പള്ളിയിൽ വരുന്നു കൊച്ചച്ഛനായിട്ട്. മലയാറ്റൂർ പള്ളിയിലെ ഒരു എക്സ്പീരിയൻസ് ഇന്നുള്ള ഒരു മലയാറ്റൂർ എക്സ്പീരിയൻസ് അല്ല അത്. എല്ലാ ദിവസവും സീസണായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും മലമുകളിൽ പോയി കുർബാന ഇറങ്ങും. അവിടെ താമസമില്ല. എല്ലാ ദിവസവും മല കയറി അവിടെ പോയി കുർബാനയിൽ ഇറങ്ങി വരും. എല്ലാ ദിവസവും നോമ്പ് കാലം മുഴുവൻ. ചില ദിവസങ്ങളൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇറങ്ങേണ്ടി വരും. വലിയ ആഴ്ചയൊക്കെ രാവിലെ പകലൊക്കെ അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വന്ന് താഴത്തെ പള്ളിയിൽ കുമ്പസാരം, വീണ്ടും രാത്രി തിരിച്ചു കയറും, വീണ്ടും വെളുപ്പിന് ഇറങ്ങും. അങ്ങനെ ഒരു മലയാറ്റൂർ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളായി മലയാറ്റൂർ. അവിടെ നിന്നാണ് ഒരു ഗാനരചന ആരംഭിക്കുന്നതും കാസറ്റിലേക്കൊക്കെ പോകുന്നത്? ഇല്ല, അന്ന് മുതലേ കുത്തിക്കുറിക്കുന്നുണ്ട്. നമ്മുടെ ബുക്കിൽ ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിനുശേഷം കാഞ്ഞൂർ പള്ളിയിലെത്തുന്നു. കാഞ്ഞൂർ പള്ളിയിലെത്തി ഒരു ദിവസം ഞാൻ കൊരട്ടിപ്പള്ളിയിൽ തിരുനാൾ കുർബാനയ്ക്ക് വരികയാണ്. അപ്പോൾ ജേക്കബ് കൊരട്ടി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ജേക്കബ് പക്ഷേ ഈണമിട്ട ഒരുപാട് പാട്ടുകൾ എനിക്കറിയാം. അപ്പം ജേക്കബാണ് അവിടെ കീബോർഡ് വായിക്കുന്നത് തിരുനാൾ കുർബാനയ്ക്ക്. അദ്ദേഹത്തിന്റെ ഇടവക അത് തന്നെയാണ്. അപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ജേക്കബ് എൻ്റെ അടുത്ത് വന്നു, വെച്ചാൽ നല്ലതായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ജേക്കബ് കൊരട്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ജേക്കബ് പറയുകയാണ്. അതെ, ജേക്കബ് ഞാൻ ഒരു പാട്ട് ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തു തരാച്ചാന്ന് പറഞ്ഞു. അപ്പം ഈ മനസ്സിലൊരു പാട്ട് കിടപ്പുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അവിടെ. അപ്പോൾ ജേക്കബ്, ഞാൻ ചോദിച്ചു കടലാസ് വല്ലതും ഉണ്ടോ, ഞാൻ എഴുതിത്തരാം. ജേക്കബ് എവിടെ നിന്ന് ഒരു കടലാസ് കൊണ്ടുവന്നു, പേന കൊണ്ടുവന്നു. ഞാൻ അവിടെ ഇരുന്ന് മനസ്സിലുണ്ടായ പാട്ട് എഴുതി കൊടുത്തു. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവ. അവിടെ വെച്ച് എഴുതി കൊടുത്തു ജേക്കബിന്. ജേക്കബ് ഈ പാട്ട് ഈണമിട്ട് എന്നൊക്കെ 2-3 ഈണം ഇട്ടു. ഒരു ഈണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് കേൾപ്പിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കാസറ്റ് നീ എന്നെ മറന്നോ നാഥ പുറത്തിറങ്ങി. അത് ഇറക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. സാമ്പത്തികം ഒന്നുമില്ല, ഓട്ടക്കാലനാന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ കലാകാരന്മാരെയൊക്കെ പരിചയമുണ്ട് മുന്നേ. കാരണം തദേവ് സച്ചിൻ്റെ കൂടെ നടന്ന കാലത്തുള്ള പരിചയം. ബിജു നാരായണനെ പരിചയമുണ്ട്. ബിജു നാരായണൻ അന്ന് അച്ഛൻ്റെ കൂടെ അവിടെ നമ്മൾ പാടാൻ ചെല്ലും. ബിജു നാരായണൻ BSS സൈക്കിളിൽ വരുന്ന കാലമാണ്. പയ്യനാണ്, തദേവ് സച്ചിന് പാടാൻ വരുന്നത്. അപ്പം അന്ന് മുതലുള്ള സ്നേഹബന്ധമുണ്ട്. അങ്ങനെ എല്ലാ കലാകാരന്മാരെയും പരിചയമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നു, ഇവർ പാടാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവർക്കൊന്നും കൊടുക്കാനുള്ള പേയ്മെൻ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവർക്ക് നുള്ളിപ്പെറുക്കി. അക്കാലത്തിൻ്റെ വികാരിച്ചനായിരുന്നു പോൾ കല്ലൂർക്കാരനച്ഛൻ. അച്ഛൻ ഒത്തിരി സഹായിച്ചു. അച്ഛൻ്റെ സഹായത്തോട് ഇങ്ങനെ ആദ്യത്തെ കാസറ്റ് പുറത്തു വരുന്നു. ഭാഗ്യവശാൽ ദൈവകൃപയാൽ ഒരു എടുത്തുചാട്ടം, കടലിൽ ചാടിയതുപോലെയാണ്. പിടിച്ചു കയറിയാൽ ആൾക്കാർ പറയും കൊള്ളാം, നന്നായി മോനെ. മുങ്ങിച്ചെത്താൽ പറയും അഹങ്കാരം. എന്നതുപോലെ തന്നെ സംഭവിച്ചു. ദൈവകൃപയാൽ പിടിച്ചു കയറി. തീർച്ചയായിട്ടും എല്ലാവരും പറയും നല്ല പാട്ടാണ്. നീ എന്നെ മറന്നോ നാഥ, എല്ലാവർക്കും പറയും നീ എന്നെ മറന്നോ നാഥ. ഹിറ്റായി. ഒരുപാട് പേര് പാട്ട് ഏറ്റെടുത്തു. ഒരുപാട് ഹൃദയങ്ങളെ സുഖപ്പെടുത്തി. നീ എന്നെ മറന്നോ നാഥ വളരെ പ്രസിദ്ധമാണ്. ആ ഒരൊറ്റ പാട്ട് പറയുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ അച്ഛനെ ഓർമ്മ വരും. തീർച്ചയാണ് ഇത് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ മനസ്സിൽ തന്നെ ഉയർന്ന ഒരു ചോദ്യമാണോ, അതോ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമായിട്ട് വന്നതാണോ, എങ്ങനെയാണത്? ദൈവം പോലും മറന്നു എന്നൊരു ചിന്ത ചില നേരങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 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 ആത്മസംഘർഷത്തിൻ്റെ നിമിഷത്തിൽ, ഒരു അത്യാഹിതം വരുമ്പോൾ ഈശ്വരൻ പോലും കൈവിട്ടു കേട്ടോ എന്ന് തോന്നാറില്ലേ? അത്തരമൊരു ഫീൽ ഉണ്ടാകാത്ത ഒരു മനുഷ്യനുമില്ല. കർത്താവിന് പോലും ഉണ്ടായി. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എന്താ ചോദിക്കുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അതൊരു വല്ലാത്ത ചിന്തയാണ്. കാരണം ദൈവം കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നിപ്പോയാൽ പിന്നെ നമുക്ക് ഭൂമിയിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. അവസാനത്തെ കച്ചിത്തുരുമ്പാണത്. അപ്പം അത്തരമൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു പ്രാർത്ഥനയാണത്. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവ. അത് പൊതുവായ മനുഷ്യരുടെ എല്ലാവരുടെയും ഒരു ഫീലാണ് എൻ്റെയും. പക്ഷെ എനിക്കുണ്ടായ ആ ഒരു പാട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടായ ഏറ്റവും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, എനിക്കൊരു എഴുത്ത് വന്നു. ആ എഴുത്ത് എയ്ഡ്സ് ബാധിതനായ ഒരാളുടെ എഴുത്താണ്. ആ എഴുത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത്, അച്ഛാ ഞാൻ എൻ്റെ ജീവിതം ദൈവം എന്നെ മറന്നുപോയി. ദൈവം പോലും എന്നെ മറന്നുപോയി. കാരണം
ലോകത്തിന് മുന്നിൽ ഞാൻ അവഹേളിതനാണ്, ദൈവം പോലും എന്നെ മറന്നുപോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നീറി ജീവിക്കുകയാണ്. ഈ കാസറ്റ് കിട്ടിയിട്ട് ഞാൻ ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടു എന്ന് എനിക്കറിയില്ല. ആ ഭാഗം മുഴുവൻ വലിഞ്ഞു. അന്ന് കാസറ്റാണല്ലോ, വീണ്ടും റിവൈൻഡ് ചെയ്ത് കേട്ട് കാസറ്റ് വലിഞ്ഞു. എൻ്റെ പ്രാർത്ഥനയാണ് അച്ഛാ അത്, എൻ്റെ ജീവിതമാണ്, എൻ്റെ സങ്കടമാണ്, എൻ്റെ കണ്ണീരാണ്, എൻ്റെ പ്രതീക്ഷയാണ് എന്നൊരു എഴുത്തു. ഇത് വലിയ അനുഭവമാണ്. ഒരു ഗാനരചയിതാവിന് കിട്ടാവുന്ന ഒരു അവാർഡാണത്. ആ പാട്ട് പാടിയ മിൻമിനി പറഞ്ഞത്, അന്ന് മിൻമിനി തൊണ്ട സുഖമില്ലാതായി വീണ്ടും തിരിച്ചു വന്ന് പാടുകയാണ്. മിൻമിനി പറഞ്ഞ, അച്ഛാ ഇതെൻ്റെ ജീവിതമാണ്. കാരണം മിൻമിനിയുടെ ഒരു ഉയരം നമുക്കറിയാം. റോജയൊക്കെ പാടി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡൊക്കെ വാങ്ങി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് ആ കുട്ടി താഴേക്ക് വരുന്നത്. അസുഖം ബാധിക്കുന്നു. മിൻമിനിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു ഈ നീ എന്നെ മറന്നു നാഥ എന്ന ഗാനം. ഈ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടു ഓരോ ഗാനത്തിൻ്റെ പുറകിലും എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ഇങ്ങനെയുള്ള സംവാദങ്ങളിലൂടെയാണ് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. എന്തായാലും അച്ഛൻ്റെ മറ്റൊരു ഗാനത്തിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അച്ഛൻ വിശുദ്ധ കുർബാന, അതേക്കുറിച്ച് മനോഹരമായിട്ട് കൂടുതലും വിശുദ്ധ കുർബാനയും ഒക്കെ ആയിട്ടുള്ള ഗാനങ്ങളാണ് കൂടുതൽ അങ്ങ് എഴുതിയിരിക്കുന്നത്. അതെ, നമുക്കിപ്പോൾ പാടാൻ പറ്റിയ ഒരു പാട്ട് അതിലേതാണ്? ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ, കുർബാന സ്വീകരണത്തിന് വേണ്ടി എഴുതിയ മനോഹരമായൊരു ഗാനമാണ്. പ്രിൻസാണ് അത് ചിട്ടപ്പെടുത്തിയത്. ഒരുപക്ഷെ പ്രിൻസിന്റെ ആദ്യത്തെ ഗാനവുമാണ്. സംഗീത സംവിധായകനായി ഓർക്കസ്ട്രേഷൻ അതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ട് അച്ഛന്റെ ഗാനമാണ് സംഗീത സംവിധാനം. അതെ, ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ. കൂടുതലും പ്രിൻസും ചെയ്തിരിക്കുന്നത് അച്ഛന്റെ ദിവ്യകാരുണ്യത്തിന്റെ പാട്ടുകളാണ്. എന്തായാലും ആ ഗാനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ മനോഹരമാണ് ആ ഗാനം. കുർബാന സ്വീകരിക്കാനായി നമ്മൾ അൾത്താരയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തകളും പ്രാർത്ഥനയും എല്ലാം ഒരു മാല കണക്കെ കൂട്ടിച്ചേർത്ത് അച്ഛൻ മനോഹരമാക്കിയൊരു ഗാനമാണത്. എപ്പോൾ പാടുമ്പോഴും നമുക്ക് ആ ഒരു പള്ളിയകത്തെ ഒരു പ്രാർത്ഥനാ അനുഭവം ഈ ഗാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഗാനം കേൾക്കുമ്പോൾ തീർച്ചയാണ് നമുക്കും അത് ബോധ്യപ്പെടും. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ട് തിരിച്ചു വരാം.
സ്നേഹം, പാദം കഴുകുന്ന സ്നേഹം, പാപം പൊറുക്കുന്ന സ്നേഹം, ജീവൻ പകരുന്ന സ്നേഹം, സ്വയം ശൂന്യമാകുന്ന സ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ, ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ, സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവസ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഈ ദിവ്യകാരുണ്യ ഗാനം അതിമനോഹരമാണ്. പലരും അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു രചന അനുഭവത്തെ പറ്റി ഒന്ന് പറഞ്ഞാൽ. ഈ ഗാനം ഒരു ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാനയുടെ ക്ലാസ് ആക്കി മാറ്റി. ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. ഓ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ ക്ലാസ് ഈ പാട്ടാണ്. ആ പാട്ടിൻ്റെ അനുപല്ലവി തുടങ്ങുന്നത് കുരിശോളം എത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, സ്വയം ശൂന്യമാക്കുന്ന സ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. അനുപല്ലവി. ചരണം പാദം കഴുകുന്ന സ്നേഹം, പാപം പൊറുക്കുന്ന സ്നേഹം, ജീവൻ പകരുന്ന സ്നേഹം, സ്വയം ശൂന്യമാക്കുന്ന സ്നേഹം. ഈ 8 കാര്യങ്ങൾ എടുത്തിട്ട് വിശദീകരിച്ച് ഇതാണ് കുർബാന എന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ കുർബാനയെക്കുറിച്ചൊരു ക്ലാസ്സാക്കി മാറ്റിയിരുന്നു. ഓ ഓ എന്നോട് ധ്യാനം കൂടിയിട്ട് വന്ന ഒരാൾ പറഞ്ഞാണ് അച്ഛൻ്റെ പാട്ടാണ് അതിൻ്റെ അനുപല്ലവിയും ചരണവും എടുത്ത് ഒറ്റ ക്ലാസ്. അതെ, അത്ര കണ്ട് സ്വാധീനിക്കുമ്പോഴാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ധ്യാനമന്ദിരത്തിലൊക്കെ ഒരുപാട് തഴക്കം ചെന്ന ധ്യാന ഗുരുക്കന്മാരും വചനപ്രഘോഷകരുമാണ്. അതെ, തീർച്ചയായിട്ടും. വരികളിലെ ആഴം കണ്ടിട്ടും വരികൾ ഒരു കുർബാനയുടെ പൂർണ്ണതയിലേക്ക് എത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഹെഡിങ് എടുത്തിട്ട് അങ്ങനെ അത് ഓരോ 15-20 മിനിറ്റ് നേരത്തെ വിഷയങ്ങളാണ് ഓരോന്നും. പാദം കഴുകുന്ന സ്നേഹം ഓരോന്ന് ടെക്സ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതും ഒരു പ്ലസ് തന്നെയാണ്. ദൈവകൃപ ഒന്നും നമ്മുടെ കഴിവൊന്നുമില്ല, ഒക്കെ ദൈവകൃപ. അത് വളരെ ബിബ്ലിക്കലായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ അതിനെ ആസ്പദമാക്കി മനോഹരമായിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. അതവരെ ഒത്തിരി സ്വാധീനിച്ചു എന്ന് പറയുന്നത് ധ്യാനം കൂടിയ ഒരാൾ എന്നോടൊന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. അച്ഛനൊരു വൈദികനായിട്ട് ഏതാണ്ട് 20 വർഷത്തോടടുക്കുന്നു. ഗാനരചയിതാവായിട്ട് അതിലും വർഷങ്ങളേറെയായി. അതുപോലെ തന്നെ അങ്ങ് നല്ലൊരു പ്രാസംഗികനാണ്. മറ്റ് പല മേഖലകളിലും വ്യാപരിക്കുന്ന ആളുമാണ്. ചോദ്യം ഇതാണ്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും അതിലുപരി സന്തോഷവും ലഭിക്കുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഒരു അറിയില്ല, ഒരു നിർവൃതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരനുഭവമുള്ള മേഖല? തീർച്ചയായിട്ടും സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ആനന്ദമുണ്ട്, ഒരു നിർവൃതിയുണ്ട്. അതിലും ഉപരി ഒരു ഇടവക വികാരിയച്ഛൻ എന്ന നിലയ്ക്ക് നമ്മൾ ജനത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ നോവുകളും അവരുടെ സങ്കടങ്ങളും വ്യഥകളും ഉത്കണ്ഠകളും ഒക്കെ തിരിച്ചറിയുകയും അവരോടൊപ്പം നിൽക്കുകയും അവരൊക്കെ
നമ്മളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും നമ്മുടെ അടുത്ത് വന്ന് അവരുടെ സങ്കടങ്ങൾ മുഴുവൻ ചൊരിഞ്ഞിടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ, അതിൽ നിന്ന് അവർക്കെങ്കിലും അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മളെ അവരെത്രമാത്രം വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച് അവരവരുടെ മറ്റാരോടും പറയാത്ത സ്വകാര്യങ്ങൾ വരെയും വന്ന് പറയുകയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ രക്ഷിക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ. എത്രയോ കുടുംബങ്ങൾ, ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ഇടവകയിൽ തന്നെ ചില അമ്മമാർ വന്നിട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ 13 കൊല്ലമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ക്രിസ്തുമസ് ഞങ്ങൾ സന്തോഷത്തോടെ ആഘോഷിച്ചു. ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു പെരുന്നാൾ ആഘോഷിച്ചു. കാരണം മദ്യപാനത്തിനെതിരെ വലിയ പ്രചാരം, വലിയ പ്രവർത്തനം ഞങ്ങൾ നടത്തി. അതിൻ്റെ ഒരു ഫലമാണ്, പരിണിത ഫലമാണ്. അതൊക്കെയാണ് നമ്മൾക്ക് ഒരുപാട് നിർവൃതി നൽകുന്നത്, ഒരുപാട് നിർവൃതി. കാരണം നമ്മുടെ ജന്മം സാർത്ഥകമാകുന്നത് അവിടെയാണല്ലോ. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി നമ്മുടെ ജീവിതം മുറിയപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടവക്കാരോട് പറയാറുണ്ട്, എൻ്റെ ആയുസ്സിൻ്റെ നല്ല ഭാഗം ആയത്തുപടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡും ചുരുക്കി നിർത്തേണ്ടതായിട്ടുണ്ട് അച്ഛാ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയിരിക്കണം, കൂടുതൽ സംസാരിക്കണം. സമയക്കുറവുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കി നിർത്തുകയാണ്. ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ, മണ്ണിൽ തൊട്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഗാനരചന ഉണ്ടെങ്കിലും അതിന് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു വലിയ നിർവൃതി ഉണ്ടെങ്കിലും അതിലൊക്കെ എത്രയോ ഉപരിയാണ് തൻ്റെ വൈദിക പദവിയും വൈദിക ജീവിതം ഇടവക ജനങ്ങളോടൊത്ത് അവരുടെ സ്നേഹവും സന്തോഷവും അവരുടെ സങ്കടങ്ങളിൽ ഒരു താങ്ങായി ഒരു കൈയായി നിൽക്കാൻ പറ്റുമ്പോഴുള്ള ഒരു നിർവൃതി, അത് ഭയങ്കരമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഒരു ഗാനരചയിതാവായിട്ടോ ഒരു പക്ഷേ ഗാനാഞ്ജലിയിലൂടെ ഒരു നല്ല അവതാരകനായിട്ടോ നമ്മൾ അറിയുന്നതിലുപരി ഇങ്ങനെയുള്ള ഒരു വളരെ 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 സാത്വികനായ ഒരു സാധാരണക്കാരനായ ഒരു വൈദികൻ്റെ മനോഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് കൂടി അറിയാൻ പറ്റുന്നത് കൂടുതൽ എനിക്കും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാ